അഖിൽമാരാർ ഒരു കൊട്ടേഷൻ അടിച്ച് ആകെപ്പാടെ നാറിയിരിക്കുകയാണല്ലോ. അതിനെപ്പറ്റി ഒരുപാട് വൈറൽ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അഖിൽമാരാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയാലും ഉടനെ അമ്മമാരങ്ങ് ഭയങ്കരമായിട്ട് അതിനെ ഒരു രോഗിയാണ്, ഒരു മാരക രോഗം ബാധിച്ച മാതിരി അതിനെ കണക്കാക്കുന്നു. പിന്നെ പണ്ടത്തെ സ്ത്രീകളൊക്കെ വളരെ നിസ്സാരമായിട്ട് കണ്ടിരുന്ന, എൻജോയ് ചെയ്ത് പ്രസവിച്ചിരുന്നതാണ് ഇപ്പം ആ പ്രോസസ്സിനെയാണ് വലിയ ബഹളമാക്കി മാറ്റുന്നതെന്ന് ഉള്ള ഒരു കമൻറ്റ് അഖിൽമാരാർ പറഞ്ഞു. അഖിൽമാരാരെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, പിന്നെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. സ്ത്രീകൾ ഇന്നത്തേക്കാൾ ഒരുപാടധികം ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അവർ ജീവിക്കുമായിരുന്നില്ലല്ലോ, അവർ നരകിക്കുമായിരുന്നല്ലോ. അവരുടെ ജീവിതമായിരുന്നില്ല, നരകമായിരുന്നു. അവർ കഠിനമായ ജോലികൾക്കിടയ്ക്ക് പ്രസവിച്ചിട്ടുണ്ട്. അതികഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം വളരെ സത്യസന്ധമായ കാര്യമാണ്. പ്രസവിച്ച് പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ നമുക്ക് കാണാനിടയായി. കേരളത്തിലാണോയെന്നറിയില്ല, കുട്ടിയെ പിന്നെ ഒരു തുണിസഞ്ചിയിൽ സൈഡിലിട്ടുകൊണ്ട് കല്ല് ചുമക്കുന്നുണ്ട് ആഹാരത്തിന് വകയില്ലാഞ്ഞിട്ട്. മറ്റൊരു വീഡിയോ കാണാനിടയായത്, സ്ത്രീ നടക്കുന്നിടത്ത്, കല്ല് ചുമക്കുന്ന സ്ത്രീയാണ്, നടക്കുന്നിടത്തൊക്കെ രക്തപ്പാടുകൾ കണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രസവിച്ചിട്ട് 2 ദിവസമേ ആയുള്ളൂ, ആഹാരം കഴിക്കാൻ മാർഗമില്ലാതാണ് ജോലിക്ക് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് അങ്ങനെ രക്തം തിളം കെട്ടി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ കണ്ട ആൾക്കാർ ആ സ്ത്രീയെ ജോലിയിൽ നിന്ന് മാറ്റി കൊണ്ടുപോയി അവർക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. ഇതേ രീതിയിലൊക്കെ എത്രയോ കഠിനതരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്ത്രീകൾ ഒന്നും മിണ്ടാതെ തന്നെ അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടം എന്നുള്ളത് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നും അങ്ങനെ വേണമെന്നാണോ അഖിൽമാരാരെ നിങ്ങൾ പറയുന്നത്? അത് ശരിയാണോ? അങ്ങനെയാണ് എന്നും അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ അങ്ങ് കഠിനമായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? തെറ്റല്ലേ? പിന്നെ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കുന്നു, അമ്മമാരങ്ങ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ആകാംക്ഷ കാണിക്കുന്നു എന്നുള്ളത്, അതിനകത്ത് കൂടുതലും അവർ വറീഡാകുന്നു എന്നുള്ളത്. അതുണ്ടാകുമെങ്കിൽ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തുന്ന അമ്മമാർക്കേ അറിയത്തുള്ളൂ ഒരു കുട്ടികളെ വളർത്തുന്ന വില എന്താണെന്ന്. അവർക്കതുണ്ടാകും. അത് ഭർത്താക്കന്മാർ ധാരാളമായിട്ട് പിന്നെ വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിക്കുന്നതായിട്ടും, അങ്ങനെ പ്രസവിച്ചിട്ട് ഈ അടുത്ത സമയത്ത് തന്നെ മലപ്പുറം സൈഡിലൊക്കെ ഒരു 1-2 സ്ത്രീകൾ മരിച്ചു പോയതായിട്ടുമൊക്കെ. അതായത് ഇന്നത്തെ കാലത്തൊരു ആശുപത്രിയിൽ കൊണ്ട് കയറി കഴിഞ്ഞാൽ പ്രസവിക്കുന്നതിന് 10-50,000 1 ലക്ഷം രൂപ വരെയൊക്കെ സിസേറിയനാണെന്ന് വരിയിൽ ചിലവാകും. അതൊക്കെ ഭർത്താക്കന്മാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഈ പൈസ അങ്ങോട്ട് ചിലവാക്കുന്ന കാര്യത്തിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണല്ലോ. ഇങ്ങോട്ട് ഉള്ള ആദായമാണല്ലോ കൂടുതലും വിചാരിക്കുന്നത്, അല്ലാതെ അങ്ങോട്ട് ചിലവാക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഒരു ചിന്താഗതിയുണ്ട്, സ്ത്രീകൾ പിന്നെ പൈസയൊന്നും ചിലവാക്കിക്കാതെ പ്രസവിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത്. പിന്നെ അത് അതിനെപ്പറ്റി എന്ത് പറയാനോ? ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ ഇവിടെ ഇതിനകത്ത് ഈ അഖിലിനെ പറ്റിയിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഖിൽ കേൾക്കുന്ന ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മോശമാണ്, പഴയ കാലത്തൊക്കെ നല്ലതായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് സാധ്യത. അത് പിന്നെ ഒരു പുരുഷപക്ഷ ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അത്തരത്തിലാണ് താരതമ്യപ്പെടുത്തിയിട്ട് പഴയ കാലഘട്ടവുമായിട്ട് ഈ കാലഘട്ടത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് പഴയ കാലഘട്ടം നല്ലതായിരുന്നുവെന്നും ഈ കാലഘട്ടം ഇതിപ്പം കുറച്ച് പുരോഗമനപരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾക്ക് കുറേ കൂടെ അംഗീകാരവും വിലയും ഒക്കെ മൂല്യമൊക്കെ കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം അത്ര നല്ല കാലഘട്ടമല്ല, മോശം കാലഘട്ടമാണെന്ന് അവർക്ക് തോന്നുന്നതിനകത്ത് ഒരു കുറ്റവും പറയാനും പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ചിന്തിക്കുന്നത്, ചില ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാണ്. അതായത് ഇപ്പം നമ്മളൊരു വികസിത രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു 300-500 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുള്ള പല രാജ്യങ്ങളുമുണ്ട്.
അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ലതും. അതാണ് പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതിയും അതാണ് നമുക്ക് വേണ്ടത്. അത് അത്തരത്തിലൊരു ചിന്ത വരണമെങ്കിൽ അവിടെ സ്വാർത്ഥത ചിന്ത ഉണ്ടാകാൻ പറ്റരുത്, സങ്കുചിത ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മളുടെ പാരമ്പര്യ വിശ്വാസികളും മതവിശ്വാസികളും അവയ മൂല്യങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ അവർക്ക് എപ്പോഴും പഴമയിലാണ് അവർ മഹത്വം കണ്ടെത്തുന്നത്. അവർ പാരമ്പര്യത്തിലും പിന്നെ ഒക്കെയാണ് കൂടുതലായിട്ട് താല്പര്യം കാണിക്കാറുള്ളത്. അത് അവരുടെ കുറ്റമല്ല. അവർ ചുറ്റുപാടുകളിൽ നിന്നും അവരുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ സംസാരിച്ചു പോകുന്നത്. അവർ ബോധപൂർവം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് മോശമാകാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ അവരുടെ സംസാരം അറിയാതെ തന്നെ അങ്ങനെ സംഭവിച്ച് പോകുന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ അഖിൽമാരാരെ പോലെയുള്ള ആൾക്കാരൊക്കെ, അത് അഖിൽമാരാർ മാത്രമല്ല, പലരും ഇതുപോലുള്ള പല വിഡ്ഢിത്തങ്ങളും പല വികലവാദങ്ങളും ഒക്കെ സംസാരിക്കാറുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള വികലവാദങ്ങൾ വിഡ്ഢിത്തങ്ങൾ ഒക്കെ സംസാരിക്കാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് അവർ മനസ്സിലാക്കാറും ഇല്ല.